ഞങ്ങൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് അമേരിക്കയിലെ പ്രസിദ്ധ എഴുത്തുകാരിയായ ജൂഡി ബാർഡി എഴുതിയ വൈ ഐ വാണ്ട് എ വൈഫ് എന്നൊരു എസ്സേയാണ്. ആർട്ടിക്കിളിലേക്ക് കടക്കും മുമ്പ് നമുക്ക് ഓഥറിനെ പരിചയപ്പെടാം. 1937 ജൂഡി ബാർഡി ജനിക്കുന്നത്. അമേരിക്കയിലെ ഒരു ഫെമിനിസ്റ്റ് ആക്ടിവിസ്റ്റാണ് അദ്ദേഹം. 1960 to 70 വരെയുണ്ടായിരുന്ന സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റ് കാലഘട്ടത്തിൽ അവരുടെ ഓരോ എഴുത്തുകളും വളരെ മൂല്യം നിറഞ്ഞതായിരുന്നു. വുമൺ നോംസിനെയും അതുപോലെ തന്നെ പുരുഷന്മാരുടെ ആധിപത്യത്തെയും എന്താക്കിയിട്ടുണ്ട്, ജൂഡി ബാർഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് വേവ് ഫെമിനിസ്റ്റ് എന്തായിട്ടുണ്ട്, അമേരിക്കൻ ഐക്യനാടുകളിൽ 1960 to 70 വരെ നീണ്ടു നിന്നതാണ്. പുരുഷന്മാർക്ക് തുല്യമായ അവകാശങ്ങൾ നേടുക എന്നതാണ് ഈ ഫെമിനിസ്റ്റിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. 1971 അമേരിക്കയിലെ ഒരു മാഗസിനിലാണ് ജൂഡി ബാർഡിയുടെ ഈ ഒരു ലേഖനം വൈ ഐ വാണ്ട് എ വൈഫ് എന്നത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഒരു പുരുഷൻ എന്തായിരിക്കണമെന്നും ഒരു ഭാര്യ എന്തായിരിക്കണമെന്നും ലേഖനത്തിൽ പറയുന്നുണ്ട്. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും ജോലിക്കിടയിലുള്ളയും അതുപോലെ തന്നെ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൻ്റെ ഇടയിലുള്ളയൊക്കെ വ്യക്തമായ വ്യത്യാസങ്ങൾ എന്താക്കിയിട്ടുണ്ട്, ബാർഡി ഇതിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. പുരുഷന്മാർ എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്നതാണ് പ്രധാനമായിട്ടും ഒരു മാറ്ററായിട്ട് ബാർഡി ഇതിൽ ക്രോഡീകരിക്കുന്നത്. ഒരു സ്ത്രീക്ക് വേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും അവൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പുരുഷൻ പറയുന്നത് ഒരു സ്ത്രീ എന്താക്കാൻ പാടില്ല, സ്പോട്ട് ടൈമിൽ വിശ്വസിക്കാൻ പാടില്ല. അങ്ങനെ വിശ്വസിച്ചാൽ അവസാനം സ്ത്രീകൾ വരും, വലിച്ചെറിയപ്പെടും എന്നത് ഈ ലേഖനത്തിലൂടെ അവൾ കൊണ്ടുവരുന്നുണ്ട്. ഈ ലേഖനം സ്ത്രീകളുടെ അവകാശങ്ങളെയൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. പിന്നെ ലേഖനത്തിൽ പറയുന്നത് എന്ത് വെച്ചാൽ, ജൂഡി ബാർഡി ഒരു അമ്മ എന്നൊരു കാറ്റഗറി ആയിട്ട് റിലേറ്റഡ് ആണ്. ഒരു ദിവസം അവളുടെ ഒരു ബോയ് ഫ്രണ്ടിനെ കാണുന്നു. അങ്ങനെ അവനോട് സംസാരിക്കുന്നു. അവനൊരു വൈഫിനെ തേടുകയാണ്. ഒരു ഡൈവോഴ്സ് ആയതിനു ശേഷം അവൻ വേറൊരു വൈഫിനെ തേടുന്നു. അന്നേരം ഇവളും അവനോട് പറയുകയാണ്, ഞാനും ഒരു വൈഫിനെ ആവശ്യപ്പെടുകയാണ് എന്നുള്ളത്. ഒരു പുരുഷൻ്റെ നിലയിലാണ് ജൂഡി ബാർഡി ഈ ലേഖനം എഴുതുന്നത് എന്നുള്ളൊരു പ്രത്യേകത തന്നെയാണ്. അവൾ ഈ വൈഫിനെ തേടാനുള്ള പ്രത്യേകിച്ചുണ്ടായ കാരണം ഭാര്യയ്ക്കുണ്ടാകുന്ന മടുപ്പിക്കുന്ന അസ്വസ്ഥമാക്കുന്ന ജോലികളാണ്. ഒരു പരാതിയൊന്നും പറയാത്ത, എത്ര ജോലി എടുപ്പിച്ചാലും ഒരു പരാതിയൊന്നും പറയാത്ത ഒരു വൈഫിനെയാണ് അവൾ തേടുന്നത്. പുരുഷന്മാരുടെ ആധിപത്യത്തിന് മുമ്പിൽ സ്ത്രീകൾ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് അതൊക്കെ ക്ഷമിച്ചു പോവുകയാണ്. ഒരുപാട് പരിഹാസങ്ങൾക്ക് സ്ത്രീകൾ കീഴ്പ്പെടുന്നുണ്ട്. സ്ത്രീകളെ കൈമേൽ പൈസ കൊടുക്കൂല, അങ്ങനെയൊക്കെ ഒരുപാട് പരിഹാസങ്ങളുണ്ട്. ബാർഡി ആഗ്രഹിക്കുന്നത് സാമ്പത്തികമായും മറ്റുമായും സ്വതന്ത്രമായി ജീവിക്കാൻ കഴിയുന്ന ഒരു ജീവിതത്തെ ലഭിക്കാനാണ്. സ്ത്രീകൾ എടുക്കേണ്ട ഓരോ ജോലിയെക്കുറിച്ചും അവൾ പോയിന്റ്സുകളായിട്ട് തിട്ടപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് സ്ത്രീകൾ സ്കൂളിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കണം, അതുപോലെ തന്നെ കുട്ടികളെ സംരക്ഷിക്കണം, ഡോക്ടറെ കാണിക്കണം, മറ്റു വീട്ടുജോലികൾ ചെയ്യണം, ഭർത്താവിൻ്റെ ഡ്രസ്സുകൾ അയൺ ചെയ്ത് കൊടുക്കണം, ഭക്ഷണം തയ്യാറാക്കണം, ഭക്ഷണം ടേബിളിൽ കൊണ്ടുവെക്കണം. അതുപോലെ നമ്മൾ പൊതുവേ കാണും നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് സ്ത്രീകൾ ചെയ്യേണ്ട. അതൊക്കെ അവളിങ്ങനെ നിരത്തി പറയുകയാണ് ലേഖനത്തിൽ. അതുപോലെ തന്നെ ബാർഡി ആർട്ടിക്കിൾ പറയുന്നത് മറ്റു ജോലികളിൽ നിന്നൊക്കെ, വീട്ടുജോലിയല്ലാത്ത മറ്റു പുറമേ ഷോപ്പിംഗ് അതുപോലെ തന്നെ മറ്റു ജോലികളൊക്കെ സ്ത്രീകൾ ഒരു പരിധി വരെ പോകാൻ പാടുള്ളൂ. അവർക്കതിൽ പൂർണ്ണമായും ഇടപെടാൻ കഴിയില്ല. വീട്ടുജോലികളിലാണ് പൂർണ്ണമായും സ്ത്രീകൾ ഇടപെടേണ്ടത്. അവർക്ക് എന്ത് അസുഖം ഉണ്ടായാൽ തന്നെ അവർ ആ ദിവസത്തെ ജോലി അവർ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഭർത്താവ് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഒരു കഥ എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ ഭാര്യമാർ കുട്ടികളെ അവരുടെ അടുത്ത് ശ്രദ്ധിക്കണം. ഭർത്താവിൻ്റെ അടുക്കൽ പോയി ഡിസ്റ്റർബ് ആക്കാൻ പാടില്ല. അങ്ങനെ അഥവാ കുട്ടികൾ ഡിസ്റ്റർബ് ആക്കിയാൽ ഭാര്യക്കാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. അതുപോലെ തന്നെ അതിഥികൾ വന്നാൽ അതിഥികളെ സ്വീകരിക്കണം, അതിഥികൾക്ക് ഭക്ഷണം നൽകണം. അപ്പോൾ അതിഥികൾക്ക് എന്തെങ്കിലും അതിലൊരു വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള പ്രശ്നങ്ങളും അവളുടെ മേൽ തന്നെ. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ സെക്സ്വൽ ആവശ്യങ്ങൾക്ക് അവൾ കീഴ്പ്പെടണം. അവൾക്ക് ആ ഒരു സമയം പ്രത്യേകിച്ചൊരു താല്പര്യമില്ലെങ്കിലും ഭർത്താവിന് ഒതുങ്ങിക്കൊടുത്തേ പറ്റൂലൂ. അതുപോലെ തന്നെ കുട്ടിയുടെ ജനന സംബന്ധവുമായ ആവശ്യങ്ങൾക്ക് അവൾ കൺട്രോൾ ചെയ്യണം. അങ്ങനെ ഇപ്പോൾ ഭർത്താവിന് ഭാര്യയെ ഒഴിവാക്കണമെന്ന് തോന്നിയാൽ ഇവൾ മാറിക്കൊടുക്കണം. അങ്ങനെ ഒരു പുതിയ പെണ്ണിനെ ഭർത്താവ് വീണ്ടും സ്വീകരിക്കും. അങ്ങനെ ആ പെണ്ണും ഈ ദുരിതം അനുഭവിക്കും എന്നൊക്കെ ബാർഡി ലേഖനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതിനെയൊക്കെ തരണം ചെയ്ത് സ്ത്രീകൾ മുന്നോട്ട് പോകണം എന്നുള്ളൊരാശയമാണ് ഈ ആർട്ടിക്കിളിലൂടെ ബാർഡി വ്യക്തമാക്കുന്നത്.
ഈ ലേഖനത്തിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ ഒരു വുമണ് റൈറ്റപ്പിൽ ആണിൻ്റെ വേഷം ധരിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഭാര്യ വൈഫിനെ ആവശ്യപ്പെടുന്നത് അവൾക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് സ്വതന്ത്രമായി ജീവിക്കാൻ വേണ്ടിയാണ്. അത് നമുക്ക് പുരുഷന്മാരുടെ ജീവിതത്തായിട്ടാണ് അത് കമ്പയർ ചെയ്യുന്നത്. കാരണം പുരുഷന്മാർ സാധാരണ ഒരു വിവാഹം കഴിക്കുന്നത് സ്വതന്ത്രമായി ജീവിക്കാൻ എന്നുള്ളൊരു രീതിയിലാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ പുരുഷന്മാർ രണ്ടാം കല്യാണം കഴിക്കുന്നെങ്കിൽ എന്നാക്കണം ആദ്യത്തെ ഭാര്യ ഒഴിഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ അതിനുമുള്ള പഴികളൊക്കെ ആദ്യത്തെ ഭാര്യയ്ക്ക് കേൾക്കേണ്ടി വരും. ഭർത്താവിൻ്റെ സ്വാർത്ഥതയും അലസതയെയും ഈ ആർട്ടിക്കിളിൽ വളരെയധികം എണ്ണിയിട്ട് പറയുന്നുണ്ട്. ഇങ്ങനെ ഒരു ദിവസം ഭാര്യ എടുക്കേണ്ട ജോലികളും എന്തൊക്കെയാണ് അവൾ സഹിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഈ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത് മൈ ഗോഡ് വുഡിൻറ്റ് വാണ്ട് എ വൈഫ്. ദൈവമേ, ആരാണ് ഭാര്യയെ ആഗ്രഹിക്കാത്തത് എന്നൊരു വാക്കോടുകൂടിയാണ് ഈ ആർട്ടിക്കിൾ അവസാനിപ്പിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, ഇങ്ങനെ തന്നെ ഒരുപാട് ഭാര്യമാരെ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ. കാരണം അവരുടെ എല്ലാ ജോലികളും ഭാര്യയിലേക്ക് അടിച്ചേൽപ്പിക്കുകയാണ്. അങ്ങനെയൊക്കെ ഈ ഒരു കാലത്ത് ഉണ്ടാവാൻ പാടില്ല, ഈ ഒരു ലോകത്ത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഈ ഒരു ആർട്ടിക്കിളിലൂടെ ജൂഡി ബാർഡി വായനക്കാർക്ക് സമ്മാനിക്കുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.